നമസ്കാരം. ആദ്യമായിട്ട് ബുക്ക് ബ്രഹ്മ സാഹിത്യോത്സവത്തിലെ ഈ കോളമെഴുത്ത് മലയാളത്തിൽ എന്ന പാനൽ ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ച് അവസരം തന്ന ശ്രീ സുധാകരൻ സാറിന് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരിൽ നിന്നും ഒരുപാട് ജൂനിയർ ആയിരിക്കും ഞാൻ കോളമെഴുത്ത് എന്ന വിഭാഗത്തിൽ. പക്ഷേ കോളമെഴുത്ത് എന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വാർത്തയിൽ നിന്ന് വന്നതാണെങ്കിലും വാർത്തയുടെ വേഗതയ്ക്കും അവതരണത്തിനും അതുപോലെ തന്നെ ലേഖനത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥാനമാണ് കോളമെഴുത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു സാഹിത്യ വിമർശനം മാത്രമായിട്ടല്ല, ഞാൻ എഴുതിയിരുന്നത് സമകാലിക പ്രസക്തിയുള്ള പല സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ചുള്ള കോളമായിരുന്നു എന്ന്. അത് കേരളഭൂഷണം ദിനപത്രത്തില് ഏകദേശം 2018, 19, 20 ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബാംഗ്ലൂരിലൊന്നും പലർക്കും അത് അറിഞ്ഞുകൊള്ളണം എന്ന് ഇല്ല ഞാനൊരു കോളം എഴുതിയിരുന്നു എന്നത്. എൻ്റെ പേര് സമാന്തരം എന്നായിരുന്നു. അപ്പൊ സമാന്തരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് നിലനിൽക്കുന്ന സാമൂഹികമായ പ്രശ്നങ്ങളെ നമ്മുടേതായ കാഴ്ചപ്പാടിലും ചിന്തയിലും വിചാരത്തിലും വികാരത്തിലും ഉൾക്കൊണ്ട് അത് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കോളമെഴുത്തിന് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ ലേഖനം എഴുതുമ്പോൾ ഒരു ഔപചാരികത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിലപ്പുറം കോളമെഴുത്ത് എന്ന് പറയുമ്പോൾ തൻ്റെതായ വ്യക്തിത്വം സ്ഫുരിക്കുന്ന ഒരെഴുത്ത്, തനിമ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 2 വർഷം ഞാൻ എഴുതിയുള്ളൂ. പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ കഴിഞ്ഞു എന്നും അതിലേക്ക് എന്നെ വായനയിലേക്ക് നയിക്കാനും ഉതകി എന്നതും സാഹിത്യ കൃതികൾ എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു സാമൂഹിക വ്യക്തി, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചില വരികളൊക്കെ സമൂഹത്തിൽ അന്ന് കോവിഡ് കാലത്ത് നമുക്കറിയാം വളരെയധികം സ്തംഭനാവസ്ഥയിലായ ജനജീവിതത്തെ അടയാളപ്പെടുത്തിയിരുന്ന, ജീവിതം തന്നെ മുന്നിൽ ചോദ്യചിഹ്നമായിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഞാൻ പല കോളത്തിൽ, അതായത് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ആണല്ലോ കോളത്തിന്റെ പങ്ക്തി എന്നുള്ളത്. അപ്പം ഒരു വ്യാഴാഴ്ചയായിരുന്നു സമാന്തരം പങ്ക്തി ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഓരോ ആഴ്ചയിലും ആ സമയത്ത് നിലനിൽക്കുന്ന പത്രവാർത്തകളുടെ അറിയുന്നതും അല്ലാതെ അറിയുന്നതുമായ ഒരുപാട് സാമൂഹികമായ അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യന്റെ പ്രയാസങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ ചില വരികളൊക്കെ മനസ്സിലാ കാലത്ത് ഇപ്പൊ വാട്സപ്പിലൊക്കെ കൂടെ ചില വരികൾ ആരുടെയെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ചില്ലുകൾ തുന്നിക്കൂട്ടിയ ജീവിതത്തിൽ കല്ലിച്ചു നിൽക്കുന്നു സങ്കടങ്ങൾ. ഇങ്ങനെയുള്ള വരികളൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് എഴുതാൻ വളരെ സാമൂഹികമായ സത്യത്തിന്റെ വളരെ വിശാലമായ ഒരു ലോകം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ആ 2 വരികളിലൂടെ നമ്മുടെ എഴുത്ത് മുന്നോട്ട് പോകാൻ സഹായിച്ചു. അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചറുടെ ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയം പക്ഷേ കൊടുങ്കേടു ബാധിച്ച പാവം മനസ്സോ, മനുഷ്യന്റെ മാനസിക അവസ്ഥയിലൂടെ നടക്കാനൊക്കെ ആ കോളമെഴുത്ത് എന്നെ വളരെയധികം സഹായിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് തോന്നുന്നു ചില കോളമെഴുത്തുകളെ പ്രത്യേകമായൊരു പ്രമേയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതുമ്പോൾ ഇത്തരം സാമൂഹിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിഷയങ്ങളെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് നമുക്കറിയാലോ, നമുക്കൊന്ന് നേരെ ആത്മവിശ്വാസത്തോടെ ഒന്ന് തൊട്ട് നിൽക്കാൻ കഴിയാത്ത, ഒന്ന് മിണ്ടാൻ കഴിയാത്ത, ഒന്ന് ചിരിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളെ അല്ലെങ്കിൽ ചിന്തകളെ, വികാരങ്ങളെ നമ്മൾക്ക് സമൂഹത്തിനോട് പ്രതിഫലിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് അന്ന് കേരളഭൂഷൺ ദിനപത്രത്തിൽ എനിക്ക് ലഭിച്ചത് എന്ന് പറയാം. ആ സമയത്ത് നിലനിന്നിരുന്ന നമ്മുടെ മലയാളിയുടെ വളരെ ആർഭാടമായ കല്യാണങ്ങൾ ഇന്ന് വീണ്ടും മലയാളി അതിലേക്കൊക്കെ തിരിച്ചെത്തി എന്നുള്ളതാണ്. നമ്മുടെ ഓരോ സന്നിഗ്ധ ഘട്ടത്തിൽ വരുമ്പോൾ മാത്രം മനുഷ്യൻ മാറുകയും വീണ്ടും മനുഷ്യന്റെ ദുരാഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ വീണ്ടും അത് കഴിഞ്ഞാൽ തിരിച്ചു വരികയും ജാതിയും മതത്തിന്റെയും വിഭാഗതയും വംശീയതയും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് മനുഷ്യന്റെ. അപ്പൊ ആ സമയത്ത് കോവിഡിയൻ കല്യാണങ്ങൾ എന്നൊരു പങ്ക്തി ഞാൻ ചെയ്യുകയുണ്ടായി. അതായത് ഒരുപക്ഷെ വിവാഹം നിശ്ചയിച്ച സമയത്ത് നടത്താൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അതിലപ്പുറം വിവാഹം നടത്തണമെന്ന് നിർബന്ധമുള്ളവരുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വരനും വധുവും 2 സ്ഥലങ്ങളിലാണെങ്കിൽ കേവലം ഒരു മൊബൈലിനെ സാക്ഷ്യപ്പെടുത്തി താലി ചാർത്തുന്നതായിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള കല്യാണങ്ങൾ നടന്നിരുന്നു. അതോടൊപ്പം ഞാൻ ഈ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ കോവിഡ് കല്യാണത്തെ കുറിച്ച് മാത്രമല്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു ചരിത്രത്തിലേക്ക് വിവാഹം എങ്ങനെയായിരിക്കണം, എന്താണ് വിവാഹം, നമ്മുടെ കുറെ നമുക്ക് തെറ്റിദ്ധാരണ. നമ്മുടെ താലി എന്നത് നമ്മുടെ സുരക്ഷിതത്തിന്റെ സംരക്ഷണയുടെ ഒക്കെ പ്രതീകം. താലി കെട്ടിയാൽ മാത്രമാണ് വിവാഹം പൂർണ്ണതയിൽ എത്തൂ എന്നുള്ള ഇന്നത്തെ വിശ്വാസങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതായിരുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പൊ താലി ചാർത്തണം എന്നൊരു യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. പല സമുദായത്തില്
പല ഭാഷകളില് പല ദേശങ്ങളിൽ വളരെയധികം വ്യത്യസ്തതയും ബഹുസ്വരതയും നിലനിന്നിരുന്ന ഒരു രീതിയായിരുന്നു കല്യാണം എന്ന്. പല ആചാരങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത്തരം ആചാരങ്ങളൊന്നും തന്നെ നിലവിലുണ്ടായില്ല. അതിന് പ്രധാനമായിട്ട് എനിക്ക് തമാശയായിട്ട് തോന്നിയത് താലി എന്നത് നമ്മുടെ ദ്രാവിഡ പദത്തിലെ ഞാലി എന്നതിൽ നിന്നാണ്. ഞാലി എന്ന് പറഞ്ഞാൽ തൂങ്ങുന്നത് എന്നാണ് അർത്ഥം, പ്രയോഗാർത്ഥം. അപ്പൊ താലി കെട്ടുമ്പോൾ നമ്മൾ തൂങ്ങിപ്പോകുന്നു അല്ലേ? പല സ്ത്രീകളും വർത്തമാനകാലത്ത് സ്ത്രീപീഡനം കൊണ്ടോ സ്ത്രീധനത്വം കൊണ്ടോ മറ്റു പല അവസ്ഥയിലും ജീവിതം നഷ്ടപ്പെടുമ്പോൾ താലി അവർക്കൊരു ബാധ്യതയായിട്ട് മാറുന്നു എന്നൊരു അർത്ഥത്തിലേക്ക് അത് കൊണ്ടുവരുന്നത്. മറ്റൊരു പ്രയോഗാർത്ഥം ഞാൻ കണ്ടത് താല് എന്നത് നാക്ക് എന്നതും താലി എന്നത് നാവ് അടങ്ങുന്നത് എന്നൊരർത്ഥം. അപ്പൊ താലി കെട്ടിയതോടെ സ്ത്രീ നിശബ്ദയാക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. ധാരാളം പുരുഷാധികാരത്തിന്റെ ഇതിൽ വന്ന് ജീവിക്കുന്ന ധാരാളം സ്ത്രീകൾക്ക് അത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു അന്വേഷണം, പുതിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനൊക്കെ ആ ഒരു കോളം എഴുത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കഥയോ കവിതയോ ഒക്കെ എഴുതുമ്പോൾ നമ്മുടേതായ ചിന്തയിലും നമ്മുടേതായ ഭാവനയിലും കൂടുമ്പോൾ യാഥാർത്ഥ്യ ജീവിതത്തിൽ എങ്ങനെയാണ് മനുഷ്യന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. അതുപോലെ അന്ന് സേവനബദ്ധരായ നഴ്സുമാരുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, അതിജീവനത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലായനം ചെയ്യപ്പെടുന്നവരെ, നിൽക്കാൻ ഭൂമിയില്ലാതെ, മണ്ണില്ലാതെ, ജീവിക്കാൻ വീടില്ലാതെ, ആകാശവും ഭൂമിയും ഇല്ലാതെ യാത്രകൾ തിരിച്ച് ജനജീവിതത്തിന്റെ ഒക്കെ അടയാളപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ നടക്കുന്ന വർത്തമാനകാലാവസ്ഥയിൽ നമ്മുടെ കുട്ടികളൊക്കെ വളരെയധികം ലഹരിക്ക് അടിപ്പെട്ട് മറ്റ് കുറ്റകൃത്യങ്ങൾക്ക് അടിപ്പെട്ട് പോകുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പൊ ബാല്യകൗമാരങ്ങൾ കഴിയുന്നതിന് മുന്നേ പല കുറ്റകൃത്യങ്ങളിലും പെട്ട് ജുവനൈൽ ഹോമുകളിലേക്ക് പോയി അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന കുട്ടികളെ കുറിച്ചൊക്കെ എനിക്ക് അന്ന് പഠിക്കാനും എഴുതാനും സമൂഹത്തിന് നമ്മുടെ കോളമെഴുത്ത് പറഞ്ഞാൽ അതൊരു ബോധവൽക്കരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഒരു ബോധവൽക്കരണം, ഒരു ദിശാബോധം നൽകാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.